നമസ്കാരം. ചൈന വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞ ദിവസം വിപണിയിൽ ഇറക്കിയ AI പ്ലാറ്റ്ഫോമായ ഡീപ് സീക്കിൻ്റെ കുതിപ്പ് പ്രമുഖ ടെക്കി കമ്പനികളെ അമ്പരപ്പിലാക്കുന്നു. അമേരിക്കയിലെയും ജപ്പാനിലെയും ഒക്കെ തന്നെ വൻകിട കമ്പനികൾ ഡീപ് സീക്കിൻ്റെ കുതിപ്പിന് മുമ്പിൽ അമ്പരന്ന് നിൽക്കുകയാണ്. അമേരിക്കയിലെ വൻകിട IT കമ്പനികൾക്കൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ വിപണിയിലുണ്ടായ ഇടിവ് അമ്പരപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും വിചിത്രമായ കാര്യം ചൈന ഇതിനായി ഉപയോഗിച്ചത് അമേരിക്കയുടെ തന്നെ സാങ്കേതികവിദ്യ കൂടിയായിരുന്നു എന്നുള്ളതാണ്. ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് ചൈനയ്ക്ക് സാങ്കേതിക മേഖലയിൽ നിരവധി സഹായ സഹകരണങ്ങളാണ് നൽകിയിരുന്നത്. ഇത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചൈന അവരുടെ ഡീപ് സീക്ക് ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. ലോകത്തെ മുൻനിര കമ്പനികളായ NVIDIA, OpenAI, മെറ്റ, ഗൂഗിൾ എന്നിവയുടെ എല്ലാം ഓഹരി വില തുടർച്ചയായ രണ്ടാം ദിവസവും താഴ്ന്നടിഞ്ഞിരിക്കുകയാണ്. യൂറോപ്പ്, ജപ്പാൻ എന്നിവിടങ്ങളിലെ ടെക്നോളജി കമ്പനികളുടെ ഓഹരികളിലും കനത്ത വില തകർച്ചയാണ് ഉണ്ടായത്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു സാങ്കേതിക യുദ്ധമായിട്ടാണ് ഇതിനെ IT മേഖലയിലുള്ള പലരും ഇപ്പോൾ കണക്കാക്കുന്നത്. നാളെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ചൈന ഇത്തരം കാര്യങ്ങൾ വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുമോ എന്ന് പോലും സംശയിക്കുന്നവർ ഇപ്പോഴുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് ഈ ഒരു AI പ്ലാറ്റ്ഫോം ചൈന നിർമ്മിച്ചത് എന്നുള്ളതാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ ചിലവിൽ നിർമ്മിക്കുന്നതിന് അവർ പ്രസിദ്ധിയോ കുപ്രസിദ്ധിയോ നേടിയവരാണ്. അതുപോലെ തന്നെയാണ് ഡീപ് സീക്കും ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് $6 മില്യൺ മാത്രമാണ് ചിലവ് വന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇക്കാര്യം ഇപ്പോൾ അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരെയും സാങ്കേതിക വിദഗ്ധന്മാരെയൊക്കെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഇത്രയും കുറഞ്ഞ ചിലവിൽ ചൈനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു AI പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ കഴിഞ്ഞതിനെക്കുറിച്ച് അമേരിക്കയിലെ സാങ്കേതിക വിദഗ്ധരും ചിന്തിക്കണം എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചൈനയുടെ മേൽ നിരന്തരമായി തീരുവകൾ ഏർപ്പെടുത്തുന്ന അമേരിക്കൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് സർക്കാരിൻ്റെ നിലപാടിനെതിരായ ശക്തമായ മുന്നേറ്റമാണ് ഇപ്പോൾ ഡീപ് സീക്കിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചൈനയിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. മാത്രമല്ല, മൈക്രോ ചിപ്പിന് ചൈനയിൽ ഉപയോഗിക്കുന്നതിന് ട്രംപ് സർക്കാർ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചൈനയിലെ വിവരസാങ്കേതിക മേഖലയിൽ ഏറെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിനൊക്കെ ഒരു തിരിച്ചടി നൽകാനെന്ന വണ്ണമാണ് ഇപ്പോൾ ഈ ഒരു പുതിയ AI പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകളുള്ളതായിട്ടാണ് ഇപ്പോഴും പലരും സംശയിക്കുന്നത്. ചൈന പല കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിൽ അതീവ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന രീതി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന അവരുടെ മറ്റു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കൂടെ പക്ഷേ ഈ ഒരു AI സംവിധാനം ഉപയോഗിക്കുമോ എന്ന സംശയവും ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യയിലും ഡീപ് സീക്കിന് ആരാധകർ ഏറെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് എത്രയോ പേരാണ് ഡീപ് സീക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങിയത്. ആഗോള വിപണിയിൽ തന്നെ വൻ മുന്നേറ്റം ചൈന ഈ ഒരു മേഖലയിൽ സൃഷ്ടിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഉത്കണ്ഠയോട് തന്നെയാണ് ഇത് നോക്കിക്കാണുന്നത്. ജപ്പാനെയും അമേരിക്കയും ഒക്കെ പോലെയുള്ള സാങ്കേതിക മേഖലയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ആശങ്കയോടുകൂടി തന്നെയാണ് ചൈനയുടെ ഈ ഒരു വളർച്ച കാണുന്നത്. ഭാവിയിൽ ആഗോള സാമ്പത്തിക ശക്തിയെ വളരാനുള്ള ചൈനയുടെ നീക്കങ്ങളുടെ ഭാഗമായിട്ട് കൂടി തന്നെയായിരിക്കാം അവർ ഇത്തരത്തിൽ ചിലവ് കുറഞ്ഞ ഒരു AI പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും അത് അമേരിക്കയുടെയും ജപ്പാൻ്റെയൊക്കെ തന്നെ IT മേഖലയെ കടത്തിവെട്ടിക്കൊണ്ട് മുന്നേറുകയും ചെയ്യുന്നത്. തീർത്തും അവിശ്വസനീയമായ കാര്യമായി നമുക്ക് തോന്നാമെങ്കിലും ചൈന ഈ മേഖലയിൽ നേടിയ നേട്ടം അത് വളരെ വലുത് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനും കഴിയുകയില്ല.